ഈ ധ്രുവറാട്ടിയെ അറിയാത്തവരാരുമില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ ഏജൻസികളുടെ സഹായത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം നേരിടുന്ന ആളാണ് ധ്രുവറാട്ടി. ജർമ്മനിയിലാണ് അയാളുള്ളത്. ഇപ്പോൾ അയാളുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ നമ്മുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നു. അതെന്താ സംഭവം? കസ്റ്റഡിയിലല്ല, ഇപ്പോൾ തടവിലാണ്. കാശ്മീരിൽ ജയിലിൽ ആണ്. ഇർഫാൻ മെഹ്റാജ് എന്നാണ് റാട്ടിയുടെ അടുത്ത സുഹൃത്താണ്. ഇർഫാൻ മെഹ്റാജ് NIA ആണ് പിടികൂടിയിരിക്കുന്നത്. UAPA ചുമത്തി ജയിലിലാണ്. ഇത് ധ്രുവറാട്ടി മുമ്പ് ആപ്പിൻ്റെ IT സെല്ലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അയാളുടെ സൈറ്റിൽ നിന്ന് അയാൾ പക്ഷേ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് രാഷ്ട്രീയ ബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടി അത് പ്രൈവറ്റ് ആക്കുകയോ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയ്യിലുണ്ടായിരുന്ന വേറെ ആളുകൾ അതൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ ചിത്രങ്ങളും പല സ്ഥലത്തും അതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെഹ്റാജ് ആണ് റാട്ടിയെ അവിടെ മാധ്യമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയത്. അവിടെ പഠിക്കാൻ പോയതാണ് റാട്ടി ജർമ്മനിയിൽ. പക്ഷേ അവിടെ പല മാധ്യമങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക, ആദ്യത്തെ വീഡിയോ ചെയ്യിക്കുന്നതുമൊക്കെ ഇർഫാൻ മെഹ്റാജാണ് റാട്ടിയെ കൊണ്ട്. ഈ മെഹ്റാജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെറർ ഫണ്ടിങ്, ഭീകരർക്ക് പല സ്ഥലത്തു നിന്നും പണം എത്തിച്ചു കൊടുക്കുന്ന ആളാണെന്ന് കണ്ടെത്തിയിട്ടാണ് NIA ഫണ്ട് കൈമാറുന്ന ആൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ഈ JNK കൊയലീഷൻ ഓഫ് സിവിൽ ലിബർട്ടീസ് എന്നൊരു NGOയിൽ ഇയാൾ മാസ് കമ്മ്യൂണിക്കേഷൻ കശ്മീർ സർവകലാശാലയിൽ പാസ്സായിട്ട് അവിടെ റിസർച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് ഈ ഇർഫാൻ മെഹ്റാജ് ജർമ്മനിയിലേക്ക് പോകുന്നത്. ജർമ്മനിയിൽ TRT വേൾഡ്, ന്യൂ അറബ്, അത് കഴിഞ്ഞ് ഇവിടുത്തെ ദ വയർ, കാരവൻ, ഇതിലൊക്കെ ഈ ഇർഫാൻ മെഹ്റാജിൻ്റെ ലേഖനങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം. ഇർഫാൻ മെഹ്റാജിനെ ഈ നേരത്തെ പറഞ്ഞ NGO ആയിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നത് ഗുറാം പർവേസ് എന്ന് പറഞ്ഞ ആളാണ്. ഗുറാം പർവേസ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഇതൊക്കെ ഈ ഫ്രോഡ് സംഘടനകളാണ്. ഇപ്പോൾ പറഞ്ഞ ഈ വയർ, കാരവൻ, ഇതെല്ലാം ഒരു പ്രോ ലിബറൽ, ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് സോറോസ് പബ്ലിക്കേഷൻസ് ആണ്. അതെ, ഇന്ത്യ വിരുദ്ധമാണ്. ഇന്ത്യ വിരുദ്ധമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ എന്നൊക്കെ കേട്ടാൽ വലിയതാന്ന് തോന്നും. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം സോറോസിന് വലിയ താല്പര്യമുള്ളതാണ്. ഈ ഗുറാം പർവേസാണ് ആ NGO ആയിട്ട് ഇയാളെ ഇർഫാൻ മെഹ്റാജിനെ ബന്ധിപ്പിക്കുന്നത്. ഗുറാം പർവേസിനെയാണ് ആദ്യം NIA അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്നാണ് മെഹ്റാജിനെ അന്വേഷിച്ചത്. ഗുറാം പർവേസ് ഇപ്പോൾ രോഹിണി ജയിലിലാണ് ഗുറാം പർവേസ് ഉള്ളത്. ഇങ്ങനെ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആളാണ് ധ്രുവറാട്ടി. ഈ മെഹ്റാജ് വഴി ഈ DW എന്ന് പറഞ്ഞ ജർമ്മൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു റാട്ടി അവിടെ പഠിക്കുന്ന കാലത്ത്. അത് കഴിഞ്ഞ് ആദ്യമായിട്ടൊരു വീഡിയോ അവർക്ക് വേണ്ടി ചെയ്തു. ആ വീഡിയോ ഇന്ത്യ ആൻറ്റി മുസ്ലിം ഹെയ്റ്റ് മ്യൂസിക് എന്നാണ് ആ വീഡിയോ. ഇന്ത്യ ആൻറ്റി മുസ്ലിം ഹെയ്റ്റ് മ്യൂസിക് എന്നാണ് ആ വീഡിയോയുടെ പേര്. ആ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ് അവരുടെ സൈറ്റിൽ. ആ സമയത്ത് ധ്രുവറാട്ടി ജർമ്മനിയിലെത്തുമ്പോൾ ഹർഷ് മന്ദർ ഇപ്പോൾ സോണിയയുടെ ഓഫീസിലുള്ള IASൽ നിന്ന് അന്ന് രാജിവെച്ച് VRS എടുത്ത് ഗുജറാത്ത് കലാപങ്ങളുടെ പിന്നാലെ മോദി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് IAS വിട്ട ആളാണ്. ജാർഖണ്ഡിലും ഒക്കെ ഒഡീഷയിലും ഒക്കെ IAS ഉണ്ടായിരുന്നു. ഈ ഹർഷ് മന്ദറാണ് ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഹർഷ് മന്ദർ റെഡിയാക്കി കൊടുക്കും, ധ്രുവറാട്ടി നോക്കി വായിക്കും, ടെലിപ്രോംപ്റ്റർ വെച്ച് വായിക്കും. ഈ ഹർഷ് മന്ദർ ശരിക്കും പഞ്ചാബിയാണ്, പക്ഷെ കശ്മീരിലൊക്കെ വളർന്ന ആളാണ്. ഹർഷ് മന്ദറിൻ്റെ ഒരു സൂക്കേട് എന്താണെന്ന് വെച്ചാൽ CAA നടപ്പാക്കിയാൽ ഞാൻ സ്വയം മുസ്ലിം ആയി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ ആളാണ് ഹർഷ് മന്ദർ. പ്രഖ്യാപിച്ചോ? അല്ല, അയാൾ പ്രഖ്യാപിക്കുന്നത് ഞാനും നോക്കി നിന്നിരുന്നു. അപ്പോഴാണ് തെരഞ്ഞത് ഇയാൾ ശരിക്കും മുസ്ലിമാണോ എന്ന്. അപ്പോൾ പഞ്ചാബിയാണ്. അയാളൊന്നും ചെയ്തൂല്ല. ഇത് ചുമ്മാ ഇങ്ങനെ വാചകടിയാണല്ലോ. മോദി വീണ്ടും വന്നാൽ ഞാൻ ആത്മഹത്യ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഹർഷ് മന്ദർ അവിടെ ജർമ്മനിയിൽ സോറോസിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഒരു
NGO ഉണ്ടാക്കിയിട്ടുണ്ട് ജർമ്മനിയിൽ. അതിൻ്റെ പേര് കാരവൻ ഇ മൊഹബത്ത്. കാരവൻ ഇ മുഹമ്മദ്. ആ, കാരവൻ ഇ മൊഹബത്ത് എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സ്നേഹത്തിൻ്റെ കടാന്ന് കിട്ടും. കേട്ടിട്ടില്ലേ സ്നേഹത്തിൻ്റെ കടാന്ന്? സ്നേഹത്തിൻ്റെ കട, അതാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം. ആ NGO അതിന് മുമ്പേ ഉള്ളതാ, മുദ്രാവാക്യത്തിന് മുമ്പേ. കാരവൻ ഇ മൊഹബത്ത്. ഈ കാരവൻ ഇ മൊഹബത്തുമായിട്ട് റാട്ടിയും മെഹ്റാജും ആദിൽ അമൻ എന്ന് പറഞ്ഞ ആളും പ്രവർത്തിച്ചിരുന്നു. ഈ ആദിൽ അമൻ ഒരു വർഷം മുമ്പേ, റാട്ടിക്ക് ഒരു വർഷം മുമ്പേ ജർമ്മനിയിലെത്തി. ആദിൽ അമൻ IT സെല്ലിൽ ആപ്പിൻ്റെ ധ്രുവ് റാട്ടിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ആദിൽ അമന് ഇവിടെ അങ്ങനെ നിന്ന് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയാൾ എപ്പോഴും മോദിയും ഷായും കൊല്ലപ്പെടേണ്ടവരാണ്, ബ്രാഹ്മണർ പുഴുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഈ IT സെല്ലിൻ്റെ. അപ്പം ഇങ്ങനത്തെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുഴപ്പങ്ങളിൽ പെട്ടു അയാൾ. അതുകൊണ്ട് പലായനം ചെയ്യുക ജർമ്മനിയിലേക്ക്. ഈ ആദിൽ അമീനുമായിട്ട് മുഹമ്മദ് റിയാസിന് ചെറിയൊരു ബന്ധമുണ്ട്. ഏത് മുഹമ്മദ് റിയാസ്? ഇത് ഇവിടെ ഇല്ലേ നമ്മുടെ? ഈ അതായത് മുഹമ്മദ് റിയാസ് DYFIയുടെ ഓൾ ഇന്ത്യ നേതാവായിരുന്നു. അപ്പോൾ ആമസോൺ കാർഡുകൾ കത്തുന്നു എന്തോ പറഞ്ഞിട്ട് ബ്രസീൽ എംബസിയുടെ മുമ്പിൽ ഒരു ഞായറാഴ്ച പ്രകടനം നടത്തിയത് ഓർക്കുന്നില്ലേ? DYFI ഒക്കെ ചേർന്നിട്ട് ആ പ്രകടനം സംഘടിപ്പിച്ച ആളാണ് ആദിൽ അമൻ. അയാളും പോയ ശേഷമാണ് ധ്രുവ് റാട്ടി ജർമ്മനിയിലെത്തുന്നത്. ഇവരെല്ലാം കൂടി ഹർഷ്മന്ദറിന്റെ കാരവൻ ഇ മൊഹബത്തിൽ. ധ്രുവ് റാട്ടിയുടെ സുഹൃത്തിന്റെ സുഹൃത്താണ് മുഹമ്മദ് റിയാസ്. അതെ, അല്ല അത് കുഴപ്പമൊന്നുമില്ല. എന്തു കുഴപ്പം? ഈ ആ കാലത്ത് IT സെല്ലിൽ ധ്രുവ് റാട്ടി ഉണ്ടായിരുന്നപ്പോൾ വിജയദ തയ്യ എന്ന് പറഞ്ഞ ആളാണ് റിസർച്ച് ചെയ്ത് കൊടുത്തിരുന്നത്. ആപ്പിൻ്റെ വീഡിയോ ഇവര് ഈ ടെലിപ്രോംപ്റ്റർ വെച്ചിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് അവതാരകരാകാൻ. ആ വിജയദ തയ്യ എന്ന് പറയുന്നത് സമ്പൂർണ്ണ ലെഫ്റ്റായ കവിയാണ്. എന്ന് പറഞ്ഞാൽ വലിയ കവിയൊന്നുമല്ല, എഴുതുമല്ലോ, എല്ലാവരും ഇംഗ്ലീഷിൽ കവിതയൊക്കെ എഴുതാമല്ലോ, 4 വരി 5 വരിയൊക്കെ, അങ്ങനത്തെ കവി. 2019 ഫേസ്ബുക്കിലെ ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരുന്നു ധ്രുവ് റാട്ടി. ഒന്ന് ആദിൽ അഡ്മിൻ ആയിരുന്നു അതിൻ്റെ. ധ്രുവ് റാട്ടി അഡ്മിൻ, ഇയാൾ അഡ്മിൻ. അങ്ങനെ അപ്പോഴാണ് ഈ അന്ന് തന്നെ മോദിയും ഷായും കൊല്ലപ്പെടേണ്ടവരാണെന്നൊക്കെ എഴുതിയിട്ടുള്ള ആളുകളാണ് ഇവർ. 2019 ഒടുവിലാണ് ആദിൽ അമൻ ജർമ്മനിയിലേക്ക് പോയത്. അപ്പോഴാണ് ഹരീഷ് മന്ദർ മുഹബത്ത് ആ സ്നേഹത്തിൻ്റെ കടയിൽ ഇവരെല്ലാം അംഗമാക്കി ചേർക്കുന്നത്. ഈ രാജീവ് ഈ ഫൗറി നെഹ്റുവിൻ്റെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തുമ്പോൾ അതിലുമൊക്കെ ഇവരുടെ സഹായം, വൈസ് പ്രസിഡന്റ് ഒരു ഷെട്ടി പങ്കെടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ യാത്ര എടുത്തിയപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനി ഒരു സുഹൃത്തിൻ്റെ കാര്യം കൂടി പറയാം. ധ്രുവ് റാട്ടിയുടെ അടുത്ത സുഹൃത്ത് ആപ്പ് കാലത്തെ ഉമർ ഖാലിദ്. JNUവിലെ ഈ മറ്റേ ആൾക്ക് വേണ്ടിയൊക്കെ പ്രകടനമൊക്കെ, പാർലമെന്റ് ആക്രമണം നടത്തിയ ടെററിസ്റ്റിനൊക്കെ വേണ്ടി. അപ്പോൾ ധ്രുവ് റാട്ടി തിരിച്ചു വരുമല്ലേ ജർമ്മനി പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട്? തിരിച്ചു വരണമല്ലോ. പക്ഷെ ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് അവിടെ നിന്നുള്ള ആളെയൊക്കെ വിവാഹം കഴിച്ച് ജർമ്മനിയുടെ പുയ്യാപ്പിളയായി നിൽക്കുന്ന ഒരാളാണല്ലോ ഇപ്പോൾ. ജർമ്മനി അവിടെ ഓരോ സാധനമൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുക. കറക്റ്റ്. ജർമ്മനി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊന്നില്ലേ, അവിടുത്തെ പള്ളികൾ മുഴുവൻ അടച്ചു. അതിനു മുമ്പ് പലസ്തീനെ എതിർക്കുന്ന ഒരാൾക്കും പൗരത്വം കൊടുക്കില്ല എന്നും പറഞ്ഞു. ഇപ്പൊ ഷിയാ പള്ളികൾ പലസ്തീനെ എതിർക്കുന്നില്ല, ഇസ്രായേലിനെ എതിർക്കുന്ന ഒരാൾക്കും അത് നമ്മൾ ചർച്ച ചെയ്തു. പൗരത്വം കൊടുക്കില്ല, അവിടെയും CAA എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ അവിടെ പള്ളികൾ പൂട്ടി. കഴിഞ്ഞ ദിവസം ഏറ്റവും പഴയ പള്ളി ഇന്നലെ പൂട്ടി, 4 പള്ളികൾ പൂട്ടി. അപ്പോൾ ഈ ജനാധിപത്യം ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ധ്രുവ് റാട്ടിയെ ഇവിടെ ഇപ്പൊ നമ്മുടെ കോടതി കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടു. ഡിപ്പോർട്ട് ചെയ്യാൻ ജർമ്മനിയോട് ആവശ്യപ്പെട്ടാൽ ഈ ഡാറ്റയൊക്കെ കൊടുത്താൽ ജർമ്മനി ചിലപ്പോൾ കയറ്റി വിടും. പക്ഷെ ഇവിടെ ഭാരതബന്ധ് നടത്തുക ധ്രുവ് റാട്ടിയെ, എന്നിട്ട് പിന്നെ സ്ഥാനാർത്ഥിയാക്കും. മറ്റൊരു ഒരാളെ ആക്കിയായിരുന്നില്ല. എന്താണ് CPA വഴി കോൺഗ്രസിൽ പോയ ആളെന്താ
മറ്റേ ഇവിടെയുള്ള കനയ്യ കുമാർ ഇപ്പം മോദി സ്ഥാനാർത്ഥിയാക്കിയല്ലോ. പിന്നെ ഗുജറാത്തിലൊരു പട്ടേൽ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ, അതും ഉണ്ടായിരുന്നു. എവിടെ പോയോ? ഒരു കാര്യമില്ലാത്ത ആ പട്ടേലൊക്കെ കോൺഗ്രസിലൊക്കെ പോയില്ലേ? അതെ. അപ്പോൾ ഏതായാലും ധ്രുവ റാട്ടി എന്ന് പറയുന്ന ആളുടെ കത്തിക്കൽ ഏതാണ്ടൊക്കെ തീരുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ധ്രുവ റാട്ടി വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ? വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ജൂലൈയിൽ കഴിഞ്ഞ ദിവസം ചെയ്ത ജൂലൈ 14-ാം തീയതി ചെയ്ത വീഡിയോനെ പറ്റിയിട്ടാണ് ഈ മാനനഷ്ട കേസ് വന്നിരിക്കുന്നത് സാകേത് കോടതി. അതൊന്ന് പിന്നെ നമ്മുടെ പുള്ളി ഷെയർ ചെയ്തോ മറ്റോ ഒരു പ്രശ്നമായി. ഓം ബിർളയുടെ മകള് UPSC പരീക്ഷ എഴുതാതെ, അത് പക്ഷെ ഫേക്ക് വീഡിയോ ആണ് എന്ന് ധ്രുവ റാട്ടി പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ അത് അയാൾ ചെയ്തതല്ല, അയാളുടെ പേരിൽ വേറെ ആരോ ചെയ്തതാണെന്ന് അയാളുടെ ഒരു ന്യായീകരണം. അയാൾ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവർ കൊടുക്കുന്ന സമാനമായ വാർത്ത ആയതുകൊണ്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ആ അത്തരം വീഡിയോകളെല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞു, ഫേക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഏറ്റവും വലിയ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ധ്രുവ റാട്ടി. ഇപ്പോൾ ആൾക്ക് സാമാന്യമായി മനസ്സിലായി വരുന്നുണ്ട് എന്താണ് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് യാഥാർത്ഥ്യമൊക്കെ മനസ്സിലായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പമാണല്ലോ. ഇപ്പോൾ ഇലക്ഷനിൽ BJPക്ക് 400+ സീറ്റ് കിട്ടും എന്നുള്ള ക്യാമ്പയിനൊക്കെ നടന്നു, വലിയ തോതിൽ BJP മെഷീനറി ഉപയോഗിച്ചു, മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്തരം പ്രൊപ്പഗാൻഡയെ കൗണ്ടർ ചെയ്യാൻ BJPക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല അങ്ങനെ പ്രൊപ്പഗാൻഡ നടത്തുന്നവരെ എടുത്ത് ജയിലിലിടാമല്ലോ. ഇതൊക്കെ സൈബർ കുറ്റം. അതെ, വ്യാജം കള്ളം പറയുക. ഇപ്പോൾ സാറ് 2-3 പ്രാവശ്യം ആവർത്തിച്ചു, മോദിയും അമിത്ഷായും കൊല്ലപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളും ഫ്രീ ആയിട്ട് നടക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ കൊല്ലണം എന്ന് പറഞ്ഞ ആളെ പോലും സ്വതന്ത്രമായി വിഹരിക്കാൻ സമ്മതിക്കുന്നത്. കേരളത്തിൽ മറ്റേ കരീമിനെതിരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമപ്രവർത്തനം എടുത്ത് ജയിലിലിടാൻ പോകുന്നത്. അല്ല, നമ്മുടെ ഏഷ്യാനെറ്റിനെതിരെ ആക്രമണം നടന്നു, വിനു വിജോണിനെതിരെ പോസ്റ്റ് ഒട്ടിക്കുന്നു. അതെ. അപ്പോൾ ഈ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് പോലും എടുക്കാത്ത കേന്ദ്ര സർക്കാരിനെ ആണ്. കലാപാഹ്വാനാണ്, രാജ്യവിരുദ്ധമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, കശ്മീരിനെ മറ്റേ തീവ്രവാദികളെ അനുകൂലിച്ചിട്ടേ കശ്മീർ ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ട് അല്ല എന്ന് മറ്റേ അരുന്ധതി റോയ് പറഞ്ഞതിന് ഇപ്പോഴാണല്ലോ കേസ് ഉണ്ടാകുന്നത്, 10 വർഷം കഴിഞ്ഞിട്ട്. അതാണ് എന്താണ് ഈ സർക്കാർ ഇങ്ങനെ അറച്ചു നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് സർക്കാരിനെ നമ്മളങ്ങനെ ബ്ലെയിം ചെയ്യേണ്ട. കുറേ കാര്യങ്ങളൊക്കെ പറ്റി, കുറേ അബദ്ധങ്ങൾ പറ്റി. ഇപ്പോൾ RSSൻ്റെ നിരോധനം തന്നെ 58 വർഷത്തിന് ശേഷം നീക്കിയത്. ഒരു പക്ഷേ ഞാൻ കരുതുന്നത് മോദിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മോദിയുടെ പറഞ്ഞപ്പോഴത്തെ മീഡിയ വണ്ണിൻ്റെ അടുപ്പൂട്ടി ചർച്ചയുണ്ടല്ലോ, ഔട്ട് ഓഫ് ഫോക്കസ്. അതിനകത്ത് അജിംസ്, നമ്മുടെ സുഹൃത്താണ്, അജിംസ് പറയാണ്, നിങ്ങൾ കരുതുന്ന പോലെയല്ല, പഴയ മോദിയല്ല ഈ മോദി, മുറിവേറ്റ സിംഹം കൂടുതൽ അപകടകാരിയാണ് എന്ന് പറയുന്നത് പോലെ മോദി കൂടുതൽ അപകടകാരിയാകും എന്നൊരു നിരീക്ഷണം മീഡിയ വണ്ണിലെ മഹാന്മാർക്കൂടെ ഉണ്ട്. അപ്പോൾ മാറിപ്പോയല്ലേ മറ്റേ നിതീഷും നായിഡുവും വന്നാൽ ഇയാൾ ഒതുങ്ങുന്നുള്ളത്. അതെ, അതൊക്കെ മാറി. ഇപ്പോൾ കൂടുതൽ മുറിവേറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വരാൻ സാധ്യതയുണ്ടെന്നും മീഡിയ വൺ വരെ പറയുന്നുണ്ട്. ഞാനും കരുതുന്നത് അങ്ങനെയാണ് സാർ. ഇപ്പം 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയണ്ടേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ മോദിയുടെ വിശ്വരൂപം കണ്ടേക്കും. മറ്റേ ഉത്തർപ്രദേശിൽ 10 ഉപതെരഞ്ഞെടുപ്പുകൾ. അതെ, അതാണ്. ബൈ ഇലക്ഷൻ വരുന്നു, മഹാരാഷ്ട്ര വരുന്നു, ഹരിയാന വരുന്നു, കാശ്മീർ വരുന്നു. അതെ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയാണ് മോദി ചിലപ്പം വിശ്വരൂപം കാണിക്കുമായിരിക്കും. നിങ്ങൾ ഈ റാട്ടിയെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? അയാൾ ജർമ്മനിയിലല്ലേ നാളെ ചോദിക്കുന്നുണ്ട്. ഡിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടാമല്ലോ നമുക്ക്. പിന്നെ ആവശ്യപ്പെട്ടാൽ കിട്ടുകയും ചെയ്യും, ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളെ അവിടെ ആവശ്യമില്ല. ഏതായാലും നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.